ശരി അവിടെ കാള ഉണ്ടായിരുന്നു. അത് പറമ്പിലും കണ്ടത്തിലും എല്ലാം കൂട്ടിക്കൊണ്ടിരുന്നു. ജോമോനെങ്ങനെയുണ്ട്? രോമാനൊക്കെ കണക്കാം. ടോമിയോ ടോമിയോ ചോമയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. ചായ എടുത്ത് വെച്ച് കുടിക്കാത്തേനാണ്. ചായ കുടിക്കാൻ വരുവാ ഇവിടെ ഇച്ചിരി പണിയിലായിരുന്നു. ഇവിടെ ഇച്ചിരി പണി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മ ചായ കുടിച്ചോ? എലിക്കുട്ടി ചായ കുടിച്ചോ? കുടിക്കാൻ പോവാ. എന്നാ കുടിച്ചേക്കാം. എലിക്കുട്ടി കുടിച്ചോ? അമ്മ കുടിച്ചോ? അമ്മ ചായ കുടിച്ചോ? പിന്നെ ഞാനൊക്കെ കൊടുത്തു, ഞങ്ങളും കൊടുത്താ. ആണോ? ഒത്തിരി നേരം ആയോ കുടിച്ചിട്ട്? ഞങ്ങൾ ആരൊക്കെയാ കുടിച്ചേ? ഞങ്ങൾ ആരൊക്കെയാന്ന് കുടിച്ചത്? അടക്കിയോ? ഞങ്ങളെന്ന് പറഞ്ഞത് ആരൊക്കെയാന്നാ ചോദിച്ചേ? ഞങ്ങളെന്ന് പറഞ്ഞത് ആരൊക്കെയാന്നാ ചോദിച്ചേ? ചേട്ടത്തിയനിയത്തിമാരുണ്ടായിരുന്നോ? 2-3 പേരില്ലേ? അവരുടെ കൂടെയാണോ കുടിച്ചേ? അവരുടെ കൂടെയാണോ കുടിച്ചേ? അവരും നമ്മളൊക്കെ ഒരുപോലെയില്ലേ? ചേട്ടത്തിയും പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യണ്ടേ? പിന്നെ വേറെ വല്ലതും ഉണ്ടോ? വേറെ ആരുമില്ലേ? ഭർത്താക്കാരെടുത്ത പോയാ പിന്നെ അവരുടെ വായിരിക്കണ കേൾക്കണ്ട. മക്കളില്ലേ? മക്കളോട് പറയാൻ മേലേ ചേട്ടത്തിയനിയത്തിമാരോടല്ലാതെ? ഇത് നമ്മളോടല്ലാതെ പിന്നെങ്കില നമുക്ക് അവരുമായിട്ടുള്ള ഇണക്കം പോലെ മറ്റുള്ളവരോട് പറ്റിയല്ലോ. അതില്ല, നിസ്സാര കാര്യം മതി പിന്നെ ബഹളത്തിന്. എവിടെയാ? ആണോ? ഇപ്പൊ പറഞ്ഞു ചേട്ടത്തി ചായയൊക്കെ ഇരിപ്പുണ്ടല്ലോ. എനിക്കാന്നേ. കുടിക്കാൻ പോവാ. കുടിക്കാൻ പോവാ. അമ്മ പറഞ്ഞു, എന്നോട് പറഞ്ഞു ചേട്ടത്തിനീത്തിമാരെ കൂടിയാ ചായ കുടിച്ചേന്ന്. 2 അനീത്തിമാരുണ്ട്, അവരെ കൂടെ ചായ കുടിച്ചെന്നാ പറഞ്ഞ. ഞാനീ പറഞ്ഞത് അതുകൂടെ എൻ്റെ ആങ്ങൾ ചേർക്കണേ. ആങ്ങളയല്ലേ? നീ എൻ്റെ നാത്തൂൻ. പിന്നെങ്ങനെയാ? ഓരോരുത്തർക്കും ഓരോ പേരല്ല. അയ്യോ, നമ്മുടെ ആങ്ങളെ എവിടെയാ? ഒരു പിടിപാടുമില്ല. ഒരു പിടിപാടുമില്ല. എവിടെയോ പോയി. അവരവരുടെ ഇഷ്ടത്തിന് പോകും. അവരവര് എനിക്കറിയത്തില്ല ആ കാര്യമൊന്നും. പണ്ടക്കാലം ഇവിടെ ഒന്ന് വന്നതായിട്ട് എനിക്കറിയാം. അല്ലാതെ എനിക്ക് അതിനെ കുറിച്ചൊന്നും യാതൊരു അറിവില്ല. ജോലിക്ക് പോയതാണ്. ജോലിക്ക് പോയതായിരിക്കും. എവിടെയാന്ന് അറിയത്തില്ലല്ലോ. പുള്ളി എവിടെയാ ഉള്ളതെന്ന് അറിയത്തില്ലല്ലോ. ജോലി ഉണ്ടായിട്ടില്ല. ആണോ? നമ്മുടെ ആങ്ങളുടെ പേരെന്നാ? ആങ്ങളുടെ പേര് അമ്മ പറഞ്ഞില്ലേ? ഞാൻ പറയും. നമ്മുടെ ആങ്ങളുടെ പേരെന്നാ അമ്മേ? ആങ്ങളയുടെ എൻ്റെ പേരെന്നാ? ജോസഫോ? അല്ല, ഉടുപ്പച്ചൻ. ഉടുപ്പച്ചനാ? ഉടുപ്പച്ചനാ? ഉടുപ്പച്ചൻ എവിടെയെങ്കിലും ഇല്ലല്ലോ. ഉടുപ്പച്ചൻ എവിടെയെങ്കിലും ഇല്ലല്ലോ. ചെറുപ്പത്തിൽ പോയതല്ലേ? അവരിപ്പം വന്നതാണ്. ഒന്നാണോ നിൽക്കുന്നത്? ഒരു പ്രായം കഴിയുമ്പോൾ ആരും ഇല്ലാതെയാകുമ്പോ അല്ലേ? ആരും ഇല്ലാതെയാകുമ്പോ വരുമെന്നാണോ പറയണേ? പിള്ളേരും ആമ്പിള്ളേരും ഇല്ലല്ലോ വീട്ടിൽ. വീട്ടിലാരും ഇല്ല. നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉതുപ്പച്ചൻ നിങ്ങളെ പറ്റിച്ചിട്ട് പോയതല്ലേ? 3-4 പെണ്ണുങ്ങളില്ലായിരുന്നോ? 3-4 പെണ്ണുങ്ങളെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആങ്കൊച്ചുങ്ങൾ വീട്ട് വേണം, വീട്ടിൽ വേണം. അല്ലെങ്കിൽ എല്ലാം കുഴഞ്ഞ് നാറി എല്ലാം ഒരു പറയും കടയും മുഴുവൻ കടം കൊണ്ട് മുടിഞ്ഞു
തേച്ച് കഴിയും എല്ലാം പോവും. അതെങ്ങനെയാ കടം പിന്നെ ബന്ധമില്ലാതെ കടം കയറുന്ന എങ്ങനെയാ? വിവരമില്ല. അതൊന്നും ഒന്നും സൂക്ഷിക്കാനും അറിയില്ല. ആര് പെമ്മക്കൊക്കെ? ആര് പറഞ്ഞു പെമ്മക്കാ സൂക്ഷിക്കുന്നത്? പെണ്ണുങ്ങൾക്ക് പെൺപിള്ളേർക്ക് പെൺപിള്ളേരാ സൂക്ഷിക്കുന്നത്. പഴയ പെൺപിള്ളേർ, ഇപ്പോഴത്തെ അല്ല. പെമ്പിള്ളേര് സൂക്ഷിക്കുന്ന പെമ്പിള്ളേരും ഉണ്ട്, കളയുന്ന പെമ്പിള്ളേരും ഉണ്ട്. അല്ലേ ഒരു മൃഗം എവിടെയാ? ഏത് മൃഗം? എവിടെ നിൽക്കണേ? ഏതൊക്കെയാണ് അവിടെ മൃഗമൊന്നുമില്ല. അവിടെ മൃഗമൊന്നുമില്ല. എന്നൊക്കെ തോന്നലുകളുണ്ട്. ആ കറുപ്പ് കാണുന്നത്? അതാ പശുവിനെ പിടിക്കാൻ പോയി. ആ മെഷ് കിടക്കുന്ന നെറ്റ് ചുരുണ്ടുകൂടി കിടക്കണ നെറ്റ് കോഴിക്കോടിന്റെ. പിന്നെ ഇപ്പോഴൊക്കെ ഉണ്ട് അവിടെ കെട്ടിട്ട്. അവിടെ പശുവൊന്നും ഇല്ലമ്മേ. അവിടെ ആരും ഇല്ല. അത് തോന്നണ അമ്മയ്ക്ക്. തണുപ്പല്ലേ? അവിടെ ആരും ഇല്ലെന്നേ. എവിടെ? അവിടെ ആരും ഇല്ല. ആ വീട്ടിലോ? ഇല്ലത് അവിടെ ആരും ഇല്ല. അവിടെ ഒന്നുമില്ല. അവിടെ ചുമ്മാ നെറ്റ് ഇങ്ങനെ കിടക്കണം നമുക്ക് തോന്നണ. ഏ ഏ വീട്ടിലാരും ഇല്ലേ? വീട്ടിൽ നമ്മളൊക്കെ ഇല്ലേ? അവരുടെ വീട്ടിൽ. ആരുടെ? ഇല്ലെങ്കിൽ എവിടെ കൊണ്ടൊക്കെ അവിടെ ആരും ഇല്ല. പശുവൊന്നും അല്ല, മൃഗമൊന്നുമല്ല. വീട്ടിൽ ആൾക്കാരില്ലെങ്കിൽ അവർ 14 കൂട്ടി കെട്ട് തീറ്റയും കൊടുക്കല്ലേ വെള്ളമൊക്കെ? ഇത് ഇവിടെയാന്നേ. ഈ തണുപ്പത്ത് കൊണ്ടൊക്കെ അവിടെ ആരും ഇല്ല. അമ്മ പോയി നോക്ക്. അവിടെ ഒന്നും ഒരു മൃഗമൊന്നും ഇല്ല. അവിടെ മൃഗമൊന്നും ഇല്ലെന്നേ. ആ കട അടച്ചിട്ടേക്കും. സമ്മതിക്കത്തില്ല. അതവിടെ അവിടെ ഒന്നും ഇല്ല. അമ്മക്ക് തോന്നണ കേട്ടോ. നിൽക്കുന്നതായിട്ട് അമ്മക്ക് തോന്നണ. അവിടെ ഒന്നുമില്ല. അതമ്മ അവിടെ ഒന്നും ഇല്ലെന്നേ. ഈ മകൻ പറഞ്ഞിട്ട് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാവല്ലോ എന്നോർത്ത് പറഞ്ഞതാ. അത് വലിയതായി. ആര്? അത് കൊടുത്തതാ. എന്നത് പ്രാവൊന്നും അല്ല. എന്നത്തിന്റെ കാര്യമാണ്. പശുവിനോളുണ്ട്, വലിയ പശുവിനോളും. എന്റെ ദൈവമേ, അവിടെ ഒന്നും ഇല്ലേ? അവരൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ, തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത്. അമ്മ അത് തോന്നണ. അവിടെ ഒരു സാധനവും ഇല്ല. അമ്മക്ക് തോന്നിയതാ. വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടറിയോ? ആ അത് ശരിയാ. എല്ലാ കാര്യത്തിലും ചെയ്തോണ്ടിരിക്കുന്നവർക്ക് എല്ലാത്തിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അല്ലാത്തവർക്കൊന്നും അറിയത്തില്ല. ആരെയും കുറ്റം പറയാനേ അറിയത്തുള്ളൂ. മനുഷ്യ കൊച്ചുങ്ങളെക്കാളും കഷ്ടപ്പാടാ. അത് മനസ്സിലാക്കാം. ആ മൃഗങ്ങളെ വളർത്തണമെങ്കിൽ. അമ്മ ഇതൊക്കെ ചെയ്തതാണ്, അതുകൊണ്ട് അമ്മ ഇതൊക്കെ പറയുന്നത്. അമ്മക്ക് പിന്നെ അമ്മ പശുവിനെ ആടിനെ വളർത്തിക്കൊണ്ടിരുന്നേ. പശു ആട് കോഴി എല്ലാം ഉണ്ടായിരുന്നല്ലേ? ചെയ്തോണ്ടിരുന്നതല്ലേ അമ്മ? പശുവിനെയും കോഴീനെയും ആടിനെയൊക്കെ വളർത്തിയതല്ലേ? പിന്നെ അതുകൊണ്ട് അമ്മയ്ക്ക് അറിയാം. ഞാൻ ചെറുപ്പം മുതൽ കൂട്ടാനുള്ള കാള വരെ വളർത്തുക. ആ അതെ ശരി. അവിടെ കാള ഉണ്ടായിരുന്നു. അത് പറമ്പിലും കണ്ടത്തിലും എല്ലാം കൂട്ടിക്കൊണ്ടിരുന്നു. എനിക്ക് എന്തെല്ലാം തീറ്റയും വെള്ളവും കുളിപ്പീരും എന്തെല്ലാം ചെയ്യണമായിരുന്നു. കാളയ്ക്ക് കാടി പുളിങ്കുരിപ്പൊടി എൻ്റെ തീറ്റ കൊണ്ടുവന്ന് അരിഞ്ഞും പെറുക്കി എവിടുന്നെല്ലാം ചെന്ന് കൊണ്ടുവന്നു. അത് തന്നെയല്ല, അതിൻ്റെ കൂട്ടത്തൊക്കെ വേറെ പശുക്കളും ആക്കളും എല്ലാം ഉണ്ട്. ആക്കളും ആടും അല്ലേ? ആടും എല്ലാം ഉണ്ട്. ആടും എല്ലാം ഉണ്ടായിരുന്നു. മുഴുത്ത കാളന്മാരായിരുന്നു അല്ലേ? കാളനെ മാത്രം ഞാൻ വളർത്തിയിരുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാനും വളർത്തി. അന്നത്തെ കാലം എത്ര മൃഗത്തിനെ വളർത്തുമെന്ന് അറിയാം. അതെ അതെ. ഒന്നും വല്ല ഇന്നിപ്പോ എന്നെ മൃഗത്തിനെ വളർത്തുള്ള മൃഗത്തിനെ വളർത്താൻ നിസ്സാരമായ വളർത്തു പോലും ആർക്കും പച്ചയല്ലമ്മേ, മേല എല്ലാവർക്കും. ആർക്കും ഇഷ്ടമില്ല. ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല, മേലമ്മേ. മനുഷ്യർക്ക് ഒന്നും മേല. അതെന്ന് പറയുമ്പം എവിടെ എങ്ങനെയൊക്കെ നോക്കണമെന്ന് പറഞ്ഞാലും നോക്കിക്കോ, നോക്കി വളർത്തിച്ചാൽ. അതല്ലേ ഉണ്ടായിരുന്നുള്ള ഒരു വഴി, പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി. അതൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. പൈസ കിട്ടാൻ അന്നത്തെ നല്ല വിലയും കിട്ടും. എന്നല്ല വീട്ടിലും പശു വേണം. കൃഷിയല്ലേ ഉള്ളേ? കൃഷിക്ക് ചാണകം വേണ്ടേ? കൃഷിയെ ചെയ്യാൻ ചാണകമൊക്കെ വേണ്ടേ? കൃഷി ചെയ്യാനായിട്ടേ കൃഷി ചെയ്യാൻ ചാണകം വേണ്ടേ? വെട്ടാനോ നോക്കാനോ? കൃഷി ചെയ്യാൻ വേണ്ടി ചാണകം വേണ്ടെന്ന് ചോദിച്ചു. ചാണകം വേണ്ടേ നമുക്ക്? കൃഷി ചെയ്യാൻ. പിന്നെ അന്നത്തെ കാലം എന്തോരം ചാണാനുണ്ടെങ്കിലും എന്തെല്ലാം കൃഷികളുണ്ട്, എന്തെല്ലാം ഉണ്ട്. പോത്ത്, എരുമ, എന്തെല്ലാം അത്ര വളർത്തും. ഇല്ലേ അന്നല്ലേ? അതുകൊണ്ടല്ലേ മൃഗങ്ങളെ കൂടുതൽ വളർത്തിക്കൊണ്ടിരുന്നത് അന്ന്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇത് വല്ലതും ഉണ്ടോ? അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുള്ള ഇപ്പം ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാ നിസ്സാര കാര്യമുള്ളൂ. അത് കഴിക്കാൻ പോവാ. അടുത്ത് കഴിക്കാൻ പോവാ. എനിക്ക് വെച്ചിരിക്കുന്ന കഴിക്കാൻ പോവാ. വണ്ടി വള്ളമായിട്ട് വന്നോ? ആര് വരാനാ?
ആര് വരാനാ? അവനും ആ പിള്ളേർക്കൊക്കെ മാറി മാറി വരുന്നത് ശനിയായി എപ്പോഴും വന്നെന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ആര്? എൻ്റെ പിള്ളേർ. ഏത് പിള്ളേര്? വീട്ടിലോട്ട്. ഏത് പിള്ളേരാ? ഏത് പിള്ളേരാ? ടോമി, ആ ടോമൻ, സാവു, ആ ഇവരൊക്കെ. അവരൊക്കെ എങ്ങോട്ട് വരാൻ? എൽസി, ആ 4 പേരില്ല. ആ മക്കളെല്ലാവരും വന്ന് കൊണ്ടുപോകുമായിരുന്നല്ലേ? ഇവരുടെ വീട്ടിൽ കൊണ്ടാക്കിച്ചാണ് വേറെ ഓരോ പണിക്ക് പോകണം. പുറത്ത് കന്നുകാലിക്ക് തീറ്റയ്ക്കും ഒക്കെ ഉണ്ടാക്കാൻ പോകണം. മൃഗത്തിനും തീറ്റ ആടിനും ഒക്കെ. എത്ര ആടുണ്ടായിരുന്നു. ആ ഇപ്പം അന്നേരം എലിക്കുട്ടി ഏത് വീട്ടിലാണ് നിൽക്കുന്നത്? ഇപ്പോൾ ഒരു വർഷം 2 വർഷത്തോളമായി ആട് വളർത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ട്. മറ്റേത് എത്ര എണ്ണമായിരുന്നു. ആ ആടല്ലേ, ശരിയാ. ഇപ്പം നിൽക്കുന്ന വീട് ഏതാ? അന്നേരം ഇപ്പം നിൽക്കുന്ന വീട് ഏതാന്ന്? പിന്നെ ഇപ്പോഴേ നിൽക്കുന്ന വീട് ഏതാന്ന്? വീടോ? ആ വീടൊക്കെ അന്നത്തെ വീട്. അന്നത്തെ വീടെന്ന് പറഞ്ഞിട്ടാ കാര്യം. അന്നത്തെ വീട് പഴയതായി വന്നു. ഇപ്പം പൊളിച്ചും മറിച്ചുമൊക്കെ മാറ്റി എല്ലാം വാർത്തായിട്ടും കല്ല് കയറ്റി പണിതായിട്ടും ഒക്കെ കിടക്കുന്നത്. അതുകൊണ്ടാണ് എലിക്കുട്ടിക്ക് പിടി കിട്ടാത്തത് അല്ലേ? ഏ അതുകൊണ്ടാണ് എലിക്കുട്ടിക്ക് ഇത് സ്വന്തം വീടല്ലെന്ന് തോന്നുന്നത്. പിന്നെ ഇത് മാറിയൊക്കെ പണിതുകൊണ്ടാണ് വീടല്ലെന്ന് തോന്നുന്നത്. എന്നാ തോന്നുന്നു? സ്വന്തം വീടല്ലെന്ന്. സ്വന്തം അല്ലെന്നോ? ആ സ്വന്തം സ്വന്തമില്ലാതെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ കൂടെയുള്ള വീട്. ആ അതാ പറഞ്ഞേ, വേറെ വീടില്ല. ടോമി, സാവും എൽസിയൊന്നും കൊണ്ടുപോകാൻ വേറെ വീടില്ല എലിക്കുട്ടിക്ക്. വീടൊക്കെ ഉണ്ട്. എവിടെ? ജോമോനോട് നിർത്തിയിട്ട് തിന്നാൻ ചായ കുടിക്കാൻ പറയും. എലിക്കുട്ടിക്ക് ഒരു വീടേ ഉള്ളൂ. അവരെവിടെയാന്ന് എനിക്കറിയത്തില്ല. ആരാ? ജോമോനോ? ജോമോനല്ലേ മുമ്പിൽ നിൽക്കുന്നേ? മുമ്പിൽ നിൽക്കുന്നത് ജോമോനാ. നീയോ? ആ പെട്ടെന്ന് കണക്ക് ചായ കൊടുക്കണം. വേറെ ആൾക്കാർക്ക് ചായ കൊടുക്കാനൊന്നുമില്ല. ആർക്കാണ് എനിക്കറിയത്തില്ല. അവളാവും. അത് എനിക്ക് എടുത്ത് വെച്ചിരിക്കുന്നതാ. നീ എന്നൊക്കെ എടുത്ത് വെച്ചാൽ എന്നെ കൂടി ആ ഞാൻ കുടിക്കാൻ പോവാ. ചായ വീട് കുടിക്കാൻ പറ്റാ. അതേ നീ അതാ ജോമോൻ. അതാ ജോമോൻ. രോഗന് കൊടുക്കാനോ? അതേ നീ അത് കുടിക്കാൻ പറഞ്ഞത്. പറഞ്ഞ കേക്കിയല്ല നീ. ജോമോൻ എവിടെയാന്ന് അറിയത്തില്ലെന്ന് അമ്മ പറഞ്ഞു. എത്ര മണിക്കൂർ വെച്ചോണ്ട് അമ്മയുടെ മകനോട് അനുസരണ ഈച്ചയും പിടിച്ച് എല്ലാം കുഴഞ്ഞു പോയി. എന്തെല്ലാം അത് വീഴും. രാവിലെ വാടയും മധുരത്തിൻ്റെ കേട്ട് കഴിഞ്ഞ ജീവികളെല്ലാം ഓടി വരും. ആണോ? എന്നാ ജീവികളാ വരുന്നത്? ചെന്ന് ചായ എടുത്ത് കൂടി. ആ ആണോ? അമ്മേനെയാ? എന്നാ പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോന്നേ? എന്നാ പിന്നെ എന്തിനാ ഇങ്ങനെ പോകുന്നത്? പോകുന്നത് പിന്നെ എന്തിനാന്നാ ചോദിച്ചേ. വീട്ടിൽ വഴക്ക് പറയുന്നിടത്ത് പിന്നെ വീട്ടിൽ നിന്നാ പോരായിരുന്നു. എന്തിനാ ഇങ്ങോട്ട് പോന്നേ? വീട്ടിലോട്ടോ? അമ്മ നിന്നടുത്ത് നിന്നാ പോരായിരുന്നു. നിന്നിട്ടെന്നോ? ആ വീട്ടിൽ എന്തിനാ ഇങ്ങോട്ട് പോന്നേന്നാ ചോദിച്ചത്. അങ്ങോട്ടോട്ട് പോകുമ്പോഴേ അതന്നെ അമ്മയല്ലേ ഇതെല്ലാം പറയുന്നേ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളടത്ത് നിന്നാ പോരായിരുന്നോ? അമ്മയ്ക്ക് ഇഷ്ടമുള്ളടത്ത് നിന്നാ ഈ വെളുത്തുള്ളി പൊളിച്ചാ. വെള്ളത്തിലോ? ഈ വെളുത്തുള്ളി പൊളിച്ചാ. വേറെ ഒരു പണിയില്ലെങ്കിൽ പണിയില്ലാതെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഓരോ തോന്നലുകൾ വന്ന വീട്ടിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറയുന്നത്. വെളുത്തുള്ളി പൊളിച്ചാ പറ്റുമോ? വെളുത്തുള്ളി പൊളിക്കാൻ വെളുത്തുള്ളി പൊളിക്കാൻ പറ്റുമോ? മീൻ അച്ചാറിടാനാ. മീൻ അച്ചാർ. ആ വിവീന മീനച്ചാർ ഇട്ടോണ്ട് പോയില്ലേ ഒരു ദിവസം? അപ്പൊ ഉണ്ടല്ലോ വിവാന് കൊതി വന്നിട്ട് വിവാൻ ഇവിടെ കിടന്ന് ബഹള. എല്ലാം വിവീനായിക്കാ കൊടുത്തു വിടുന്നത്. ആ ഞാൻ വെള്ളത്തിലിട്ടിട്ടാ പൊളിക്കുന്നത്. എളുപ്പാ അവൻ പൊളിക്കാൻ. മീൻ അവിടെ വറുത്തോണ്ടിരിക്കുവാ ഞാൻ. കറിയാണ്ട് അടുപ്പ വെച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗം തലയും വാലും എല്ലാം കൂടെ. ആ ഇത് മീൻ അച്ചാറിടാൻ. കൊഴുക ഞാൻ വെട്ടി എടുത്തപ്പോഴേ ഇത് എന്നാത്തിനാന്ന് തൊലിപ്പ് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് വറക്കുവാന്ന്. അപ്പം പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇപ്പം വെളുത്തുള്ളി വെള്ളത്തിലിട്ടിട്ട് പൊളിക്കുന്നത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അത് പറഞ്ഞ ഐഡിയ പറഞ്ഞു തന്നവർക്ക് താങ്ക്സ്. ഇങ്ങനെയുള്ള ഐഡിയകൾ നമ്മൾ ഷെയർ ചെയ്യുക ഇതിലൂടെ.
പാചകമൊക്കെ വന്നാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ പാചകത്തിന് വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളായില്ലേ? ആ പാചകത്തിന്റെ വീഡിയോ ഇടുന്ന ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ട് വേണ്ട. എന്നാത്തിനാ തൊലി പൊളിക്കാനോ? ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഒരു കത്തിയാണ് ഞാൻ എടുത്താൽ പൊളിക്കാം. എന്നാ ഇന്ന് പൊളിച്ചു കത്തിടാം. ഇതല്ല വേറെ. ചെറിയ കത്തി എടുത്തോട്. അമ്മയുടെ കത്തിയ വാഴക്കായ ഇരിയാന ഉണ്ടാക്കാൻ വേണ്ടി പഴം പുളി പടലായിരിക്കുന്നത് കത്തിയത്. എന്നാണോ എന്നാ കുഞ്ഞു സാധന. വെളുത്തുള്ളി അങ്ങനെയല്ലേ, കുഞ്ഞു സാധനങ്ങളൊന്നും ഏലിക്കുട്ടി അമ്മയ്ക്ക് പറ്റത്തില്ല കേട്ടോ. വലിയ വലിയ സാധനങ്ങളൊക്കെ പറ്റത്തുള്ളൂ. അതൊക്കെ പാടല്ലേ, ക്ഷമ നശിക്കുന്ന പണിയൊന്നും ഏലിക്കുട്ടി അമ്മയ്ക്ക് പറ്റത്തില്ല. ഇത്രയും കുഞ്ഞു സാധനം. ആ വെള്ളത്തിലിട്ടപ്പോൾ പുളിക്കാൻ എളുപ്പമല്ലേ അല്ലേ? എനിക്ക് ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ മേടിച്ചതാണ്, അത് പോരാ കേട്ടോ. എന്നാ ഇച്ചിരി ഒരു പാക്കറ്റ് എണ്ണയും കൂടെ മേടിച്ചു തന്നെ. അതൊക്കെ എനിക്ക് മനസ്സിലായി, എനിക്കറിയാം. ഞാൻ അറിഞ്ഞോണ്ട് തരുന്നതാണേ, ഒരു പണി തരുന്നതാ. പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വലിയ പാടാണ്. എളുപ്പാ. കുറേശ്ശെ ഉണ്ടാക്കാനാണ്. മറ്റേന്ന് പറയുമ്പോൾ എനിക്കിപ്പോ ഇപ്പൊ പോരും ഇതേ, മറ്റേത് പോരാൻ പാടായിരുന്നു തൊലി. ശ്വാസം വരേണ്ടതാണ്. എന്നാ പറ്റും? ഏത് യാച്ചനമ്മേ? എൻ്റെ യാത്ര അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. രോമാന് വരേണ്ടതാണ്. ജോമോനാണ് അമ്മയുടെ ചാച്ചൻ? പിന്നെ ആണോ? പിന്നെ അയ്യോ, ആടെ നിൽക്കുന്നത് പഴം തിന്നോണ്ട്. ജോമോൻ ആടെ പഴം തിന്നോണ്ട് നിൽക്കുന്നു, അമ്മയുടെ ചാച്ചൻ ജോമോൻ. കണ്ടോ? ശരി, ചിരിക്കുമല്ലോ മോനെ. ആ അമ്മയുടെ ചാച്ചനല്ലേ? ആ അമ്മയുടെ ചാച്ചനല്ലേ ഇങ്ങനെ കൊണ്ടു നടക്കണം അല്ലേ? വേറെ ആരും കൊണ്ടു നടക്കുവോ അല്ലേ എലിക്കുട്ടി അമ്മ? അമ്മേനെയും കൊണ്ട് നടക്കണതൊക്കെ ചാച്ചനായതുകൊണ്ടല്ലേ നടക്കുന്നത്. ആ പോണോ അമ്മയ്ക്ക് എല്ലായിടത്തും? അമ്മയ്ക്ക് പുറത്തോട്ട് പോണോ? അല്ല ഇപ്പൊ അമ്മയെന്ന് പറഞ്ഞ എന്നെ പുറത്തോട്ടൊന്നും കൊണ്ടുപോണില്ലെന്ന്. ആ പുറത്ത് പോയേക്കാം നമുക്ക് ഒരു ദിവസം കേട്ടോ. അത്യാവശ്യത്തിന് പോകും. അത്യാവശ്യത്തിന് നമുക്ക് ഒരു ദിവസം പുറത്തോട്ട് പോയേക്കാം. അമ്മയുടെ വെറുതെ പോയി ഉള്ളി കൊടുത്തിട്ട് വലിയ പാടാം. മടുത്തങ്കിയോടെ വെച്ചേരെ. ഈ കണ്ടമാനം കുഞ്ഞായിപ്പോയി. അതെ, മടുത്തങ്കി വെച്ചേര്, ഞാൻ ചെയ്തോളാം കേട്ടോ. ഈ കുട്ടിയമ്മേ അവിടെ വെച്ചേര്, പറ്റിയല്ലെങ്കിൽ അവിടെ വെച്ചേര്. പറ്റിയതിനകത്ത് മണിയാണ്. കത്തിക്ക് മുറിച്ചില്ലല്ലോ. ജോമനും കൂടെ എവിടെ നിന്ന് പൊളിക്കും? കത്തിക്ക് മുറിച്ചില്ലാത്തോണ്ടല്ലേ ആണിങ്ങൾ അടുക്കളപ്പണിയൊക്കെ ചെയ്യട്ടെ അല്ലേ? ആ കത്തിക്ക് മൂർച്ചയില്ലാത്തോണ്ടല്ലേ? ആ കത്തിക്ക് മൂർച്ചയില്ലാത്തോണ്ടല്ലേ പൊളിക്കാൻ പാട്? മൂർച്ചയില്ലാത്തോണ്ട് അത് രാഗി കൊടുക്കണം പൊളിച്ചാൽ. നമ്മുടെ കൈ മുറിക്കരുത് അപ്പോൾ. അതാണ് പൊളിയാൻ പാട്. മുറിക്കാൻ പാടാ. പിന്നെ അതെല്ലാം കഴുകേണ്ടി വരും. ഈ പുലി അമ്മ പറഞ്ഞാൽ തീരെ ചെറുതാണ്. അച്ചാറിടൊക്കെയാണെങ്കിൽ അല്ലി തന്നെയായിട്ടുള്ളത് മേടിക്കുന്നത് നല്ലത്. പൊളിച്ചു വെച്ചത് അത് അങ്ങനെ അല്ലിയായിട്ട് തന്നെ പോണത് എടുത്ത് മാറ്റി വെക്കണതാ. കേടായി പോകും പെട്ടെന്ന് അല്ലി തിരിച്ച് വെച്ചാൽ. വീട്ടിൽ ആരായിരിക്കുള്ളത്? ആഹാ, സാബുന്റെ വീട്ടിൽ ആരായിരിക്കും ഉള്ളതെന്ന് അറിയത്തില്ല. ചെന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. അമ്മയ്ക്ക് പോണോ സാബുവിന്റെ വീട്ടില്? അവിടെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ല. ഇല്ല, അവിടെ ഉണ്ടോന്ന് അറിയത്തില്ല. ആള് അവിടെ വല്ലതും ഉണ്ടോ അറിയത്തില്ല. ഇവിടെ ഇരുന്നത് അറിയത്തില്ല. അവിടെ ആളുണ്ടാകത്തില്ല. അവിടെ പിള്ളേരില്ലാത്തോണ്ട്
പിള്ളേരൊക്കെ ഉണ്ട് സ്കൂളിൽ പോയിരിക്കുക കോളേജിലൊക്കെ. പിള്ളേർ തീരെ കുറവല്ലേ. എല്ലാ വീട്ടിലും പിള്ളേർ തീരെ കുറവാ. പിന്നെ എവിടെയാണെങ്കിൽ അവിടെ മണ്ണല്ല എല്ലാം ചുവന്ന് ഒരു പറമ്പിൽ ഒരു ഭാഗത്ത് രാവ് കൊണ്ടക്കൃഷി ചെയ്തിരുന്ന അത് മണ്ണ് കളച്ചിട്ടിരിക്കുന്ന അവരത് മണ്ണെല്ലാം എടുത്തിട്ട് പൊക്കി മണ്ണെടുത്ത് എവിടെ പൊക്കി മണ്ണെടുത്ത് പൊക്കി മണ്ണൊന്നും എടുത്ത് പൊക്കിയില്ല അവിടെ കളച്ചിട്ടിരിക്കുന്നത് താമസിക്കുന്ന ഒരു കൂട്ടൻ അവിടെ ആവുമ്പോൾ കളച്ചിട്ടിരിക്കുന്നേ ഉള്ളൂ മണ്ണൊന്നും പൊക്കിയിട്ടില്ല എന്തോ വല്ലതും ഉണ്ടോ കഷ്ടപ്പെട്ട് പണിയുന്നവർക്കല്ല അതിൻ്റെ അറിയിത്തോ ആ അതെ അതെ ഇതിനകത്ത് വസ്ത്രം ഇട്ടിട്ടില്ല ആ അതിപ്പോൾ അലക്കി കഴിഞ്ഞല്ലേ വസ്ത്രം ഇട്ടില്ലാത്തപ്പം സോപ്പ് ഒന്നും ഇവിടെ ഉണ്ടാകും ആ അത് അലക്കി കഴിഞ്ഞിട്ട് തന്നെ അതിൻ്റെ സോപ്പ് തന്നെ അലക്കി കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് പോയെങ്കിൽ അവിടെ താമസിക്കാൻ സാബുവിൻ്റെ അങ്ങ് പോയി താമസിക്കണോ ഏ സാബുവിൻ്റെ അങ്ങ് പോയി താമസിക്കണോ ഏ സാബുവിൻ്റെ അങ്ങ് പോയി താമസിക്കണോ അവിടെ അവിടെ പോയി നിൽക്കുവോ ഏ അവിടെ പോയി നിൽക്കുവോ നിൽക്കുന്നതിനെന്നാ ഉവ്വ എൻ്റെ വീട് ചെയ്യുക ഉവ്വ ഇച്ചിരി കഴിയുമ്പോൾ ഇങ്ങോട്ട് ഓടും ഒരു കാര്യത്തിന് ഒരു വിഷമമില്ല. ആ വിഷമമില്ല അവർക്ക് വിഷമമൊന്നുമില്ല പിന്നെ ചേച്ചിക്ക് ഡ്യൂട്ടിയേക്കാളെ വിഷയമുള്ളൂ ഒരു 3 ആണുങ്ങൾ ഒരുപോലെ ഒരു സ്വഭാവമാണ്. ആണോ എല്ലാവരോടും കാര്യമാണ്. പുറത്തുള്ളവരെന്നോ അടുത്ത സ്വന്തമെന്നോ ഒന്നുമില്ല. ഒന്നിനെ ഒരു മാറ്റം പറ്റിയല്ല. ഏത് മൂത്താണുങ്ങളാ മക്കളാ ചെയ്യാവുന്നത് എന്തും ശരീരം കൊണ്ടും പൈസ കൊണ്ടും ഒക്കെ ചെയ്തു കൊടുക്കും. 3 ആണുങ്ങൾ അങ്ങനെയൊക്കെ വേണം. 3 ആണുങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് എന്നാടാ പോണില്ലേ ഇങ്ങോട്ടാ സാബുവിൻ്റെ ഞാനിപ്പോൾ പോകണം. അതിനാ അവിടെ വരെയൊന്ന് കാത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നില്ലായിരിക്കും എന്തോന്നില്ല കൂടുതലാക്കുന്നത്. ഇതെല്ലാം അമ്മ തന്നെയാ പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. ഈ രാത്രി ഞങ്ങളായാലും വളരെ പോകും. രാത്രിയൊന്നും ആയില്ല വൈകുന്നേരം ആയതല്ലേ ഉള്ളൂ വൈകുന്നേരം ആയതേ ഉള്ളൂ രാത്രിയൊന്നും ആയില്ല അല്ല വൈകുന്നേരം ആയതേ ഉള്ളൂ ഇപ്പോൾ ചായ കുടിച്ചല്ലേ ഉള്ളൂ ചായ ആ ചായ കുടിച്ചല്ല പോണത്. അല്ലെന്ന് ചായ ഇപ്പോൾ കുടിച്ചതല്ലേ ഉള്ളൂ വൈകിട്ട് ആരും ചായ കുടിക്കുകയല്ലോ അവിടെ ആരോ പെണ്ണുങ്ങളവിടെ ലീലാമ്മ ലീലാമ്മ ഇല്ലാമേ അറിയോ പിന്നെ ആരാ അവർ മാത്രമല്ല അവിടെ നേരത്തെ പോലെ ഉണ്ടാകുന്നോളും. അവരെല്ലാവരും ഉണ്ട്, ഒരു കുടുംബമുണ്ട്. പെണ്ണുങ്ങളായിട്ട് പെണ്ണുങ്ങളായിട്ട് അവൻ്റെ മകളുണ്ട്. അതെ മകള് ഏഞ്ചൽ മകളോ 2 പിള്ളേര് ആണും പെണ്ണുമായിട്ട് ആ അത്രയേ ഉള്ളൂ. പിന്നെ അത് പോരെ, ഇതിനെയൊക്കെ വളർത്തണ്ടേ. നമുക്ക് ജോലിയില്ലേ? 2 പേർക്കും ജോലിയുണ്ട്. നമുക്ക് ജോലിയുണ്ട്. ഗവൺമെൻറ്റില്ല. ഗവൺമെൻറ് ആണെന്ന് എനിക്കറിയത്തില്ല. പ്രൈവറ്റിലാ ജോലി പ്രൈവറ്റിലാ ജോലി അല്ലല്ല ഗവൺമെൻറ് ആണ്. എനിക്ക് എങ്ങോട്ടാ പറഞ്ഞേ പോരെ, എന്തിനാ തർക്കിക്കണേ? അമ്മ എന്താണ് പറയുന്നത്? അങ്ങ് വിട്ടു സാബുവല്ല ഗവൺമെന്റ് ചെയ്യുന്നത് പ്രൈവറ്റിലൊന്നും പോയി അതൊന്നും അല്ലേ സാബുവാ ഗവൺമെന്റ് ചെയ്യുന്നത് സാബുവാ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നത് ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നത് ആ സാബുവിന്റെ കാര്യം അമ്മയ്ക്ക് അറിയാം, ലീലാമ്മയുടെ കാര്യമാണ് അറിയാൻ. ആ അത് വർഷമായി ആ അവള് പ്രൈവറ്റിലാന്നേ അവള് ഓഫീസ് ജോലിയൊന്നുമല്ല നേഴ്സല്ലേ അതിന് ഓഫീസ് ജോലിയാണ് ഓഫീസ് ജോലി സാബുവിന് അമ്മയ്ക്ക് പറഞ്ഞ മാറിപ്പോയതാ പറഞ്ഞത് മാറിപ്പോയതാ നമുക്കൊന്നും കുഴപ്പമില്ല ആർക്കും ഒരു കുഴപ്പമില്ല. അതെ അവനെന്തെങ്കിലും കേട്ടോ എല്ലാം കേട്ടോ അവിടെ എല്ലാം ചെയ്തോണം ആർക്കെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു തടസ്സം കൂടാതെ ചെയ്യും. ആണോ മടിയില്ല. ആ ജോമോന് എങ്ങനെയുണ്ട്? രോമാനൊക്കെ കണക്കാം. ടോമിയാ ടോമിയാ ടോമിക്ക് കുഴപ്പമൊന്നുമില്ല. ടോമിക്ക് ശമ്പളമൊക്കെ ഇല്ലേ? എവിടെ വലിയ ജോലി ആണോ? ഗവൺമെന്റ് ജോലി ഉള്ളവരൊക്കെ ശമ്പളമുണ്ട്, അവർക്കെല്ലാം ചെയ്യും. അവരൊക്കെ എല്ലാവരും ചെയ്യും. ജോമോനാണ് ഒരു വേറെ
അല്ലാത്ത ചില്ലറ ഒന്നും ചിലവില്ല. ജോമോൻ അത്ര പരാതിയില്ലാഞ്ഞിട്ടായിരിക്കും ചെയ്യാത്തത്. അങ്ങനെ വിചാരിക്കണ്ടേ. 4 വാർഡ് മുന്നേ പോവുകയും വേണ്ട. കൃത്യമായിട്ട് ഗവൺമെന്റ് ജോലി ആയതുകൊണ്ട് അവർക്ക് അധ്വാനം കുറവുണ്ട്, നല്ല ശമ്പളവും. അതുകൊണ്ട് അവരെല്ലാം ചെയ്യും. അവർക്ക് ശമ്പളം ഉണ്ടല്ലോ എല്ലാം ചെയ്യാനേ. ജോമോന് ശമ്പളം ഇല്ലായിരിക്കും, അതായിരിക്കും. ജോമോന് ശമ്പളം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒന്നും ചെയ്യാലാത്ത. ജോമോനോ? ആ, ജോമോന് ശമ്പളം ഉണ്ടോ? പിന്നെ ആണോ? എല്ലാവർക്കും ഉണ്ട് പൈസ. ആ, ജോമൻ എന്നാ ജോലി? ഒന്നും ചെയ്യല. ഗവൺമെന്റ് ടാറിൽ കൂടുതൽ ജോലിക്കാരവിടെ അവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ. ജോമോന് എന്നാ ജോലിയാ ഉള്ളേ? ജോമോൻ എന്നാ ജോലിയാ ചെയ്യുന്നേ? ജോമോനോ? അവനെ കൊണ്ട് നല്ല ജോലി. അവര് ചെറുപ്പം പോലെ ജോലിക്കാരനാണ്. ആണോ? ആ, അത് നേരെ. അപ്പോൾ 18 വയസ്സ് പോലെ കഷ്ടപ്പെടാൻ തുടങ്ങിയതാ. അവരൊരു കാര്യത്തിന് ചെടിമൂത്തിലും അവിടെ ഇവിടെ ഒക്കെ പോയിരുന്ന് പഠിക്കാനായിട്ടൊക്കെ. BDC ഒക്കെ കഴിഞ്ഞില്ലേ? ആരുടെ? ജോമോൻ്റെ. ജോമോനെ BDC ഒക്കെ കഴിഞ്ഞു. സാവുവിൻ്റെ. ജോമോൻ്റെ BDC ഒക്കെ കഴിഞ്ഞിപ്പം വയസ്സ് എത്രയാ? 19 വയസ്സായില്ലേ? 19 വയസ്സായില്ലേ? ഇനിയിപ്പോൾ എന്നാ BDCക്ക് പോകാനാ? 19 വയസ്സായില്ലേ? ഈ BDCക്ക് പോണോ? 50 വയസ്സായാലും പഠിക്കാന്നാണ്. ആ, അത് പഠിക്കാം. വിദേശത്തൊക്കെ പഠിക്കാം. ഇവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ അല്ലാതെ തന്നെ തുണി നോക്കി കാണിക്കും. ഇപ്പോഴത്തെ കാലമൊന്നും കൂടുതലല്ല വയസ്സ് കൂടുതലല്ലേ? വയസ്സുണ്ടെങ്കിലും ജോലിക്ക് വരുന്ന. ആര് പറഞ്ഞു? ഇപ്പോൾ വയസ്സന്മാരെയൊന്നും ഇവിടെ സമ്മതിക്കില്ല. വയസ്സന്മാരെല്ലാം ഉപേക്ഷിച്ച് കളയാനാ പറയണേ. 60 വയസ്സ് കഴിഞ്ഞാൽ വയസ്സന്മാരായെന്നാ പറയണത്. ഈ മുറിക്കകത്ത് തുണിയാണല്ലോ. ആ, അത് അലക്കിയത് ഉണങ്ങി ഇട്ടിരിക്കുന്ന തുണിയല്ലേ. മടക്കി വയ്ക്കാനേ, മടക്കി വയ്ക്കാൻ സമയം കിട്ടിയില്ലെന്ന്. പണികളല്ലേ ചെയ്യുന്നു, അത്യാവശ്യത്തെ പണികൾ ചെയ്യുന്നു. തുണി അവിടെ കൊണ്ടിട്ടാലും പിന്നെ ആയാലും ഉണ്ടാക്കാമല്ലോ. ഇത് ചെയ്യട്ടെ. ഞാൻ തന്നെയല്ലേ ഉള്ളൂ. ഞാനേ ഒരു പണി ചെയ്തോണ്ടിരിക്കുക. തുണി മടക്കണം പിന്നെ ആയാലും നമുക്ക് ചെയ്യാമല്ലോ. മീൻ ഉണ്ടാക്കുക എന്നുള്ളതല്ലേ പ്രധാനം. അല്ലെ അത് ചീത്തയായി പോയി അല്ലേ? എന്നെ സഹായിക്കാൻ ആരുമില്ല. അമ്മയ്ക്ക് പറ്റിയല്ലോ എനിക്ക് ഉള്ളി പൊളിച്ചു തരാൻ. ഉള്ളി പൊളിച്ചു തരാനേ അമ്മയ്ക്ക് പറ്റത്തില്ലല്ലോ. ഉള്ളി പൊളിച്ചു തരാൻ. ഉള്ളിയോ? ആ, എന്നാ പിന്നെ പൊളിച്ചു തന്നേ. പറയാനൊക്കെ അങ്ങ് എളുപ്പമാ. പറഞ്ഞു വരും പറയും ചെറുതാണ് പറ്റത്തില്ല, അതങ്ങനെയാണ്. അത് അച്ചാറിന് ഉള്ളി വേണ്ടേ? ആ കില്ലേനെ ഞാൻ വല്ലതും ചെയ്യും. അങ്ങോട്ട് നോക്കിയാ അവിടെ വല്ലവരും വന്നോ? സാവുവിൻ്റെ അങ്ങോട്ട് നോക്കിയാ അവിടെ വല്ലവരും ഉണ്ടായിരിക്കുന്നെങ്കിൽ അവിടെ എല്ലാവരും കണ്ടു കാണും. പട്ടി ഇപ്പം ജാക്കു കുറയ്ക്കുന്നേ. രണ്ട് വീട് നോക്കുമല്ലേ? 2 വീട് നോക്കുന്നുണ്ട്. 2 വീട് നോക്കുമല്ലേ? ആണോ? അമ്മേനെ കൊണ്ടുവരാൻ വരേണ്ടതായിരുന്നു ഒന്ന്. സാബുവാ? അവനൊന്നുമില്ല, വേറെ ആരാണ്ട. ആ ചേച്ചി ആയിരിക്കും പിന്നെയും വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്നെ ഇണയോ മോനെ? അത് നോക്കണേ. നമ്മുടെ വിവാഹംകൂട്ടന് മീനച്ചാറ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മീനച്ചാറിൻ്റെ പ്രൊഫഷൻ കൂടി ആണ് ഇടയ്ക്ക് നടക്കുന്നത് കേട്ടോ. അതാണ് ഈ ചീറ്റുന്ന ഒച്ച കേട്ടോണ്ടിരിക്കുന്നത്. ആരെയാ നോക്കണേ? ആരെയില്ലേ? ആര്? ഞാനോ? ഞാൻ പോവുക കവലയ്ക്ക് പോവാ. കുറുപ്പന്തറയ്ക്ക് പോവാ. ചെറിയ പരിപാടിയുണ്ട്. ഒരു ചെറിയ പരിപാടിയുണ്ട്, അതിന് പോവാ. ചെറിയ പരിപാടിയുണ്ട്, അതിന് പോവാ. ചെറിയ പരിപാടി ചെയ്ത് കൊടുക്കാനുണ്ട്, അതിന് പോകുവാ. പിന്നെ ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ വരികയല്ലേ? കുറച്ച് കഴിയുമ്പോൾ വരും. സന്ധ്യ ആകുമ്പോഴത്തേനും വരിക. രാവിലെ ഒന്നുമല്ല. രാവിലെ എന്നാത്തിനാ? എന്നാ പോയേച്ച് വരാം. എവിടുന്ന്? പോക്കാരുമില്ല. ഇങ്ങോട്ട് പറഞ്ഞതിനകത്തിന് പോക്കാർ വഴിയാ പോണവർ അവരല്ലേ പോട്ടെ. ഇല്ല ആരും വരികയില്ല. പിന്നെ അതിനുവേണ്ടിയാണ് അമ്മ ഇവിടെ നിൽക്കുന്നത്. വാതൊക്കെ നിൽക്കുന്നത് വിവരം പറഞ്ഞു കൊടുക്കാനാണോ? വരുന്നവർക്ക് വിവരം പറഞ്ഞു കൊടുക്കാനാണോ വാതൊക്കെ നിൽക്കുന്നത്? വരുന്നവർക്കേ
വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനാണോ എന്നോ വാതുക്കൽ നിൽക്കുന്നത് ആര് ഏലിക്കുട്ടി? പിന്നെ വിവരം പറയാൻ പോകും. പിന്നെ എന്തിനാ അവരോട് ആവശ്യത്തിന് വരെ ആവശ്യത്തിന് വരുന്നവരെ ചോദിക്കല്ലേ? കുർബാനുണ്ടെങ്കിൽ അത് കൊടുത്തു കൊടുക്കും. ആ അല്ലാതെ എല്ലാം പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യം അതൊക്കെ എൻ്റെ വീട്ടിലാണ് അതൊക്കെ പറ്റുള്ളൂ. ആണോ? പുറത്തിറങ്ങി അതൊന്നും പറ്റില്ല. ആ വീട്ടിലാകുമ്പോൾ ആൾക്കാരുണ്ട്, അവരോട് കാര്യം പറയാം. ഇതൊന്നും ബന്ധമില്ല നടക്കുന്നതൊക്കെ പറഞ്ഞാൽ ചുറ്റും വലിയ ഒടുങ്ങി വരാൻ പോലും അനുഭവം ബാക്കിയുള്ളതൊക്കെ ആണോ? എന്തെല്ലാം പരാതികൾ കിട്ടും. അതുകൊണ്ട് ഒരു പെണ്ണ് 2-3 പിള്ളേരുമായിട്ട് പോകും. കൊച്ചു പിള്ളേരെ സ്കൂളിൽ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്നേ. കുഞ്ഞു പിള്ളേരാ. സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകണ അതിലേ. എന്നാ പോയച്ചു വരാം. കുറുപ്പന്തറയ്ക്ക് പോയിട്ട് വരാന്ന്. എന്നാൽ പോയിട്ട് പോവാം. രാത്രി ഒന്നും ആകില്ല, അതിന് മുമ്പ് വരും. രാത്രി ആകുന്നതിന് മുമ്പ് വരും. രാത്രിയാകുമ്പോൾ ഇനിയിപ്പോൾ എത്ര മണിക്കൂറുണ്ട്? രാത്രി ആകെ മണിക്കൂറുകളുണ്ട്. ഇവിടെ വരുമ്പോഴത്തേനും സമയത്തൊരു ഒത്തിരിയൊന്നും ആകില്ല. ഉടനെ തന്നെ വരും. എല്ലാം മേടിക്കാൻ പോണതല്ലേ? മേടിക്കാനല്ല, ഒരു ചെറിയ പണി ചെയ്ത് കൊടുക്കാനുണ്ട്, അതിന് പോണം. പോയിട്ട് അല്ലേ? കടയിൽ നിന്ന് മേടിച്ചേ. പോയിട്ട് വേഗം വരാൻ പറ. പോയിട്ട് വേഗം വരാൻ പറ. പോയിട്ടേ വേഗം വരാൻ പറ. പോയിട്ട് വേഗം വരാൻ എന്നോട്. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.